कर रहा था गमे जहां का है. ഭയങ്കര ആലോചനയാണല്ലോ. എന്ത് പറ്റി? ഓ എന്ത് പറയാനാളിയ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഫുൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരും പരമ എച്ചികളും നക്കികളും മാത്രമേ ഉള്ളൂ. ഓ അപ്പൊ ഇതിൽ ഞാനേതാ കാറ്റഗറി? സാറിന് ഇപ്പൊ ഇതിങ്ങനെ തോന്നാൻ? അല്ലളിയ, എനിക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് എത്ര നാളായെന്നറിയാവോ അളിയ? പണ്ടങ്ങണ്ട +2 പഠിക്കുമ്പോൾ കിട്ടിയതാ. ഗിഫ്റ്റാ? അതിന് +2 ഒക്കെ പഠിച്ചിട്ടുണ്ടാ? അപ്പൊ ഗിഫ്റ്റാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾക്കെപ്പോഴാണ് ലാസ്റ്റായിട്ട് ഒരാൾ ഗിഫ്റ്റ് തന്നെ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു 10-ലൊക്കെ പഠിക്കുമ്പോഴാ. 10-ലാ? നിങ്ങൾ 10-ലൊക്കെ പഠിച്ചിട്ടുണ്ടോ? എടാ നാറി, ഇന്നീ നാള് വരെ നീ നിന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് ആർക്കും ഒരാൾക്ക് ഒരു നാരങ്ങ മുട്ട വാങ്ങി കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടാണ് അവനിപ്പോഴും ഗിഫ്റ്റ് വേണം പോലും. ഗിഫ്റ്റ് ഞാൻ എൻ്റെ ദണ്ണം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മനുഷ്യ പറയുന്നത്? നീ സാടാക്കളടാ മോനൂസേ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് 10 വർഷമായില്ലേ? ഇതിപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടൂ. അതിപ്പോ ഗിഫ്റ്റ് ആയാലും സ്നേഹമായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഗിഫ്റ്റ്, എനിക്ക് കിട്ടിയിട്ടില്ല. അത് ശരിയാ, ഞാൻ ആർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ. എന്തായാലും ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണം. അല്ലേ വേണ്ട, ഇനി കൊടുത്തിട്ട് ഈ എച്ചികളൊന്നും തിരിച്ചു തന്നില്ലെങ്കിൽ ഉള്ള കാശും പോവും, സമാധാനം വെറുതെ എന്തിനാ? അല്ല അതൊക്കെ പോട്ടെ, ഈ ഷർട്ട് എവിടെ നിന്ന് എടുത്ത്? ആ സുമേഷിന്റെ കടയിൽ നിന്നാ. പറഞ്ഞില്ല തേണ്ടി പരനാറി.